പാണക്കാട് തങ്ങളും ഈ ബഹുമാനപ്പെട്ട നമ്മുടെ പൊയ്ക്ക കുഞ്ഞാലിക്കുട്ടിയുടെ കോഴിക്കോട് മുഴുവൻ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ച് അതിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ 17 ബിഷപ്പ്മാരടങ്ങുന്ന സംഘവുമായിട്ട് ചർച്ച ചെയ്ത് അത് ഒരു ഒത്തുതീർപ്പിൻ്റെ വക്കിലേക്ക് എത്തി. അതെങ്ങനെയാണ് ഇനി നിയമപരമായിട്ട് മറികടക്കാൻ പറ്റുന്നത്, അവരെ സുരക്ഷിതരായിട്ട് തന്നെ അവിടെ താമസിപ്പിക്കാനുള്ള ആശയം രൂപീകരണം നടത്തുകയും അതനുസരിച്ച് ആ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും പാലക്കാട് തെരഞ്ഞെടുപ്പിന് 2 ദിവസം പ്രഖ്യാപിച്ചത് കേരള ആശ്വാസത്തോടുകൂടിയാണ് കേട്ടത്. അതിലുപരിയായിട്ട് മുൻപത്തെ വേദന അനുഭവിക്കുന്ന തങ്ങളുടെ സ്വത്ത്, തങ്ങൾ നിയമപരമായിട്ട് ക്രമവിക്രയങ്ങളോട് നേടിയെടുത്തൊരു സ്വത്ത് കൈവിട്ടു പോവുകയല്ല, തങ്ങൾക്ക് ആശ്രയം ലഭിക്കും, തങ്ങളെ സംരക്ഷിക്കും എന്നുള്ളൊരു ആശ്വാസത്തിലേക്ക് വന്നപ്പോൾ ആ സമരസമിതി നേതാക്കൾ തന്നെ പറഞ്ഞു സർക്കാർ എടുത്തിരിക്കുന്ന മുൻകൈ ഞങ്ങൾക്ക് താല്പര്യമാണ്, വളരെ സന്തോഷത്തോടെ തങ്ങൾ അംഗീകരിക്കും, തങ്ങളതിന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ അപക്വമായ നിലപാട് തങ്ങളുടെ പരമോന്നത നേതാവായ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെയും അവരുടെ രാഷ്ട്രീയ നേതാവും കേരളം ആദരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് കെ എം ഷാജിയുടെ വാക്കുകളുടെ ഒരു അപക്വമെന്നും നിങ്ങൾ പറയണ്ട. കെ എം ഷാജിക്ക് ആ നേതൃത്വത്തെ പരമോന്നത നേതൃത്വത്തെ തള്ളിക്കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? തീർന്നില്ല. ഇന്ന് ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ കെ എം ഷാജിയെ അനുകൂലിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ എന്താ പ്രശ്നം? UDF-നകത്ത് തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ UDF-ന്റെ നേതാക്കൾ ആ മുൻപത്തെ ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയല്ലേ? ഇനി പ്രതിപക്ഷ നേതാവിലേക്ക് വരാൻ ഒരു സെൻറ്റൻസ് പറയാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പരസ്യപ്രസാദം നടത്തി മുനമ്പം വഖഫിന്റെ സ്ഥലമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അദ്ദേഹം ശബരിമലയിൽ ഈ 2 വ്യക്തി ഈ മുസ്ലിം ലീഗ് വന്നിരിക്കുന്ന കേരള ആശങ്കയോട് കേട്ടിരിക്കുന്ന ആ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്താ? ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വമായിട്ട് ആലോചിച്ചിട്ടാണ് ഈ പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയേ, കേരളം അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആദരവോടെ കാണുന്ന പാണക്കാട് തങ്ങളുടെ വാക്കുകളെ അതും തീക്കൊള്ളിയിൽ തലയ്ക്ക് എന്താ പറയുക ചൊറിയുന്നത് പോലെ കേരളത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷത്തിനെ തകർക്കുന്ന പോലെ കെ എം ഷാജി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ലൂസ് ടോക്കർ എന്ന് പറയും. ലൂസ് ടോക്കർ ഒന്നുമല്ല. പലതവണ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിനെയും വർഗീയപരമായിട്ടുള്ള പരാമർശം നടത്തി കേരളത്തിനെ ഞടുക്കിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപക്വമായിട്ട് സംസാരിച്ചിട്ടുള്ള നേതാവ് ഒറ്റയ്ക്കല്ല. അതിപ്പോൾ തെളിഞ്ഞില്ലേ? അതല്ലേ ET മുഹമ്മദ് ബഷീറിൻ്റെ വാക്കുകളിലൂടെ തെളിയിക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ടോ? പാണക്കാട് തങ്ങളെ പോലുള്ള ഒരാൾ അതുപോലെ തന്നെ കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഏറെ സംഭാവന ചെയ്യുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി പോലുള്ള സാഹിബിനെ പോലെ ഒരു വ്യക്തിക്ക് ഇന്ന് ഈ 2 പേരെ തള്ളിക്കളയേണ്ടി വന്നിട്ടില്ലേ? ലീഗിൻ്റെ ചരിത്രത്തിൽ ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? വിഷയം എന്താണ്? രാഷ്ട്രീയമല്ല. വിഷയം ഏതാണ്ട് 610 വീട്ടുകാരുടെയും 3000-3500 മനുഷ്യരുടെയും ജീവൽ പ്രശ്നമാണ്. അത് സഹോദരതുല്യമായ സ്നേഹത്തോടെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ആ മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കി കേരളത്തിലെ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനകത്തെ ഈ പറയുന്ന വിഘടന ശക്തികളാണെന്ന് കേരളത്തിൻ്റെ മനുഷ്യരുടെ മനസ്സിൽ ഇവരാരെന്നൊരു ചോദ്യം ഉന്നയിക്കുന്ന വേണു. അതാണ് നമ്മൾ ഇതുണ്ട്.